Hello, good morning. Okay. അപ്പോൾ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് എന്നുള്ള ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തു അല്ലേ? ഇന്നലെ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തു അല്ലേ? നമ്മൾ ഇന്നലെ ഓൺലി 2 ടോപ്പിക്സ് അല്ലേ? 2 ടോപ്പിക്സ് മാത്രമേ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ അല്ലേ? അല്ലേ? അതെ. ഏതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സുകൾ ഏതൊക്കെ? ഫസ്റ്റ് വൺ പറഞ്ഞേ, പറയൂ. ക്ലാസ് അതെ, ഡൊബ്രൈനർ ലോ ഓഫ് ട്രയാഡ്സും ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടിയസ്, ആ 2 ടോപ്പിക്സ് മാത്രമേ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് മൂന്നാമത് പഠിക്കാനുള്ള ടോപ്പിക്സ് ആണ് കേട്ടോ. മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത് കേട്ടോ. ഹെഡിങ് ഏതൊക്കെ എല്ലാവരും? മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ. മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ. ഓക്കെ. കെമിസ്ട്രിയുടെ പിതാവ് എന്നൊക്കെ വേണമെങ്കിൽ ഇദ്ദേഹത്തെ പറയാം കേട്ടോ. ഡിമിത്രി മെൻഡലീവ്. മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ കേട്ടോ. മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ. ഡിമിത്രി മെൻഡലീവ്. അതെ, മെൻഡലീവ് എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഡിമിത്രി മാനോവിച്ച് മെൻഡലീവ്. മെൻഡലീവ് എന്നാണ് നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് പറയാറ് കേട്ടോ. ആളെ കണ്ടില്ലേ? സൂപ്പറാണ് ആള്. ഫ്രീക്കാണ്, കട്ട ഫ്രീക്കാണ്. സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. അത് പറഞ്ഞിട്ട് നമുക്ക് ആരംഭിക്കാം. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, മെൻഡലീവ്സിന്റെ പീരിയോഡിക് ടേബിൾ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ അറ്റോമിക് മാസ് കേട്ടോ. പറഞ്ഞേ, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ, പറഞ്ഞേ. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ അറ്റോമിക് മാസ്. അപ്പൊ അറ്റോമിക് മാസിന്റെ ബേസിലാണ് അദ്ദേഹം എന്ത് ചെയ്തതെന്ന് അറിയോ? പീരിയോഡിക് ടേബിൾ കൊണ്ടുവന്നത് കേട്ടോ. അറ്റോമിക് മാസിന്റെ ബേസിലാണ് ഡിമിത്രി മെൻഡലീവ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് പീരിയോഡിക് ടേബിൾ കൊണ്ടുവന്നത് കേട്ടോ. ഇനി ഇവിടെ സ്ഥിരമായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. എന്താ ക്വസ്റ്റ്യൻ എന്നറിയോ? ഹു ഇൻട്രൊഡ്യൂസ് ദി പീരിയോഡിക് ടേബിൾ. നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. ഹു ഇൻട്രൊഡ്യൂസ് ദി പീരിയോഡിക് ടേബിൾ എന്ന് ചോദിച്ചാൽ മെൻഡലീഫ് ആണ് ആൻസർ. റെഡി അല്ലേ? പീരിയോഡിക് ടേബിൾ കൊണ്ടുവന്നത് ആരാ എന്ന് ചോദിച്ചാൽ മെൻഡലീഫ് ആണ് ആൻസർ. എന്നാൽ മോഡേൺ പീരിയോഡിക് ടേബിൾ കൊണ്ടുവന്നത് ആരാ എന്ന് ചോദിച്ചാൽ ഹെൻറി മോസ്ലി ആണ് ആൻസർ. അത് രണ്ടും മാറിപ്പോവരുത് കേട്ടോ. റെഡി അല്ലേ? ഹു ഇൻട്രൊഡ്യൂസ് ദി പീരിയോഡിക് ടേബിൾ എന്ന് ചോദിച്ചാൽ മെൻഡലീഫ് ആണ്. എന്നാൽ ഹു ഇൻട്രൊഡ്യൂസ് ദി മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് ചോദിച്ചാൽ ആരാ? പറഞ്ഞേ. ഹെൻറി മോസ്ലി എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് കേട്ടോ. ഇനി ശ്രദ്ധിക്കട്ടോ, ഈ മെൻഡലീഫ് പീരിയോഡിക് ടേബിൾ കൊണ്ടുവരുന്ന സമയത്ത് only 63 എലമെന്റ് കേട്ടോ. only 63 elements were known at that time കേട്ടോ. at that time. Okay. അപ്പൊ 2 പോയിന്റുകൾ നമ്മൾ പറഞ്ഞു. ഒന്ന്, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ആറ്റോമിക് മാസ്. ആറ്റോമിക് മാസിനെ ബേസ് ചെയ്തിട്ടാണ് പീരിയോഡിക് ടേബിൾ ഉള്ളത്. 2, only 63 elements were known at that time. ആ സമയത്ത് ആകെ 63 എലമെന്റ്, 63 എലമെന്റ്സ് വെച്ചിട്ടാണ് അദ്ദേഹം പീരിയോഡിക് ടേബിൾ കൊണ്ടുവന്നത് കേട്ടോ. ഈ 2 പോയിന്റ് ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ ആ 2 പോയിന്റ് ഒന്ന് എഴുതിയെടുത്ത് എന്നിട്ട് നമുക്ക് പീരിയോഡിക് ലോയിലേക്ക് പോവാം കേട്ടോ. ആ 2 പോയിന്റ് ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കുക കേട്ടോ. is based on atomic mass. Only 63 elements were known at that time. Only 63 elements were known at that time. It is based on atomic mass. Only 63 elements were known at that time. It is based on atomic mass. Only 63 elements were known at that time. Next topic ലോട്ട് പോട്ടെ. ഓക്കെ. അപ്പൊ അടുത്ത ടോപ്പിക് നമുക്ക് പഠിക്കാൻ കാണിച്ചു തരാം. എന്താന്ന് വെച്ചാല് ശ്രദ്ധിക്കട്ടോ. ചെറിയൊരു മെൻഡലീസ് പീരിയോഡിക് ലോ കേട്ടോ. മെൻഡലീഫിന്റെ പീരിയോഡിക് ലോ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നെക്സ്റ്റ് ഹെഡിങ് ഏതാ? മെൻഡലീവ്സ് പീരിയോഡിക് ലോ. ഹെഡിങ് ഏതൊക്കെ? മെൻഡലീവ്സ് പീരിയോഡിക് ലോ കേട്ടോ. മെൻഡലീവ്സ് പീരിയോഡിക് ലോ. അപ്പോൾ മെൻഡലീവ്സിന്റെ പീരിയോഡിക് ലോ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ദിസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് the physical and chemical properties of elements are periodic function of their atomic masses. നല്ലോണം ശ്രദ്ധിക്കട്ടോ. The physical and chemical properties of elements are periodic function of their atomic masses. അതായത് ഒരു എലമെന്റ്സിന്റെ രാസഭൗതിക ഗുണങ്ങൾ എന്ന് പറയുന്നത് അതിന്റെ ആറ്റോമിക് മാസിന്റെ ആവർത്തന ഫലങ്ങളാണ് എന്നാണ് മെൻഡലീവ്സിന്റെ പീരിയോഡിക് ലോ എന്ന് പറയുന്നത്. ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് പറഞ്ഞാല്
എലമെന്റ്സുകളുടെ രാസഭൗതിക ഗുണങ്ങൾ എന്തിനെ ബേസ് ചെയ്തിട്ടാ? ആർ പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് ദിയർ ആറ്റോമിക് മാസസ്. പീരിയോഡിക് എന്ന് പറഞ്ഞാൽ ആവർത്തനം എന്നാണ് അല്ലെ? പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് ദിയർ ആറ്റോമിക് മാസസ്. ആറ്റോമിക് മാസിന്റെ ആവർത്തന ഫലങ്ങളാണ് എന്ത്? ഒരു എലമെന്റ്സിന്റെ രാസഭൗതിക ഗുണങ്ങളെ ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതാണ് മെൻഡലിസ് പീരിയോഡിക് ലോ. ഇമ്പോർട്ടന്റ് ആണ്, ഒരു മാർക്കിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മെൻഡലിസ് പീരിയോഡിക് ലോ ഒന്ന് പറഞ്ഞേ, പറയോ, പറഞ്ഞേ. അതെ, ദി ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദി എലമെന്റ്സ് ആർ പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് ദിയർ ആറ്റോമിക് മാസസ്. റെഡിയാണോ? ഒന്ന് എഴുതിയെടുത്തേ. 1 മാർക്കിന്റെ ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഏതു? മെൻഡലിസ് പീരിയോഡിക് ലോ. The physical and chemical properties of the elements are periodic function of their atomic masses. Atomic masses. മാറിപ്പോവരുത്. Atomic masses. റെഡി. അപ്പൊ 3 പോയിന്റുകൾ നമ്മൾ പഠിച്ചു. ഒന്ന്, ആറ്റോമിക് മാസിന്റെ ബേസിലാണ്. 2, 63 എലമെന്റ്സുകൾ ഉൾപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം പീരിയോഡിക് ടേബിൾ കൊണ്ടുവന്നത്. മൂന്നാമത്തെ, മെൻഡലീസിന്റെ പീരിയോഡിക് ലോ എന്താ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മെൻഡലീസ് പീരിയോഡിക് ലോ കേട്ടോ. കുറച്ച് കുട്ടികൾ കുറവുണ്ടല്ലോ, എന്ത് പറ്റി? അലോട്ട്മെന്റ് വന്നല്ലോ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ 3rd ചാപ്റ്റർ ആയിട്ടോ, ഏകദേശം പകുതിയോളം ആയി ചാപ്റ്റർ. ചെറിയ ചാപ്റ്റർ ആട്ടോ, സിമ്പിൾ ചാപ്റ്റർ. ഇല്ലേ, ഇന്നൊന്നും തീരൂല മക്കളെ. ഇത് സംഭവം സിമ്പിൾ ആണെങ്കിലേ ഇതില് ഒരുപാട് കാര്യങ്ങളെ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട്. കാരണം ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് ചാപ്റ്ററുകൾ വേറെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഡീപ്പായിട്ട് പോണത്, കുറച്ച് ഡീപ്പായിട്ട് പോയാൽ നിങ്ങൾക്ക് ഒന്നും കൂടെ ഈസി ആവും കെമിസ്ട്രി സ്റ്റഡി എന്ന് പറയുന്നത് കേട്ടോ. ഒരുപാട് ബേസിക് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് പെട്ടെന്ന് തീർക്കുക എന്നുള്ളതല്ല നമ്മളെ ഉദ്ദേശം. ഓക്കെ, എടുക്കുന്നത് വൃത്തിയായിട്ട് എടുക്കുക എന്നുള്ള കേട്ടോ. ഉള്ളത് കുറുന്നനായിക്കോട്ടെ, അങ്ങനെ ഉണ്ടാവും. ഓക്കെ, സെറ്റ്. നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോട്ടെ. ടേബിൾ. അപ്പൊ അടുത്ത ടോപ്പിക്സ് കേട്ടോ, ജസ്റ്റ് ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഞാൻ ഇതിന്റെ ഇനി അതിന്റെ മെറിറ്റുകളെ കുറിച്ച് നമുക്ക് പഠിക്കാമല്ലോ കേട്ടോ. മെറിറ്റ് ഹെഡിങ് എഴുതിക്കേ. മെറിറ്റ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് കേട്ടോ. എന്തിന്റെ മെറിറ്റാ? മെൻഡലിസ് പീരിയോഡിക് ടേബിൾ ക്ലാസിഫിക്കേഷന്റെ മെറിറ്റുകളാണ് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മൾ പറഞ്ഞില്ലേ 63 എലമെന്റ്സ് ആണ് ഉണ്ടായിരുന്നത്. അതില് 7 പീരീഡ് കേട്ടോ, 7 പീരീഡ് ആണുള്ളത്. അതുപോലെ തന്നെ 8 ഗ്രൂപ്പ് ആണുള്ളത് കേട്ടോ. എത്ര? 7 പീരീഡ് കേട്ടോ. 7 പീരീഡ്, 8 ഗ്രൂപ്പ് കേട്ടോ. നിലവിൽ എത്ര ഉണ്ട് മക്കളെ? നിലവിൽ അതെ 7 പീരീഡ് 18 ഗ്രൂപ്പ്, അതാണ് മാറ്റമുള്ളത് കേട്ടോ. ഇതില് 8 ഗ്രൂപ്പ് ഉള്ളൂ. പക്ഷെ പുതിയ പീരിയോഡിക് ടേബിളിൽ 18 ഗ്രൂപ്പ് ഉണ്ട്, അത്രേ മാറ്റുള്ളൂ കേട്ടോ. പക്ഷെ അന്ന് 63 എലമെന്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് 118 എലമെന്റ്സ് അല്ലെ, 118 എലമെന്റ്സ് നിലവിലുണ്ട് കേട്ടോ. അതുകൊണ്ട് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരാം കേട്ടോ. അപ്പൊ മെറിറ്റ് പറയട്ടെ. ഓക്കെ, ഒന്നാമത്തെ മെറിറ്റ് എന്താണെന്നറിയോ? ഒന്നാമത്തെ മെറിറ്റ് സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ആൻ എലമെന്റ് കേട്ടോ. സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ആൻ എലമെന്റ്സ് കേട്ടോ. ഫസ്റ്റ് പോയിന്റ് ചെയ്തിട്ടോ, അതാണ് ഒന്നാമത്തെ മെറിറ്റ് എന്ന് പറയുന്നത്. എലമെന്റ്സുകളെ കുറിച്ചുള്ള പഠനം എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുവന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ മെറിറ്റ് കേട്ടോ. സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ആൻ എലമെന്റ്സ്. സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ആൻ എലമെന്റ്സ് ഒന്നാമത്തെ പോയിന്റ് ചെയ്താട്ടോ. മെറിറ്റില് ഫസ്റ്റ് പോയിന്റ് ചെയ്താട്ടോ, സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ആൻ എലമെന്റ്. റെഡി അല്ലേ? അപ്പൊ ഒന്നാമത്തെ മെറിറ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇത് ഇമ്പോർട്ടന്റ് ആട്ടോ. വാട്ട് ആർ ദി മെറിറ്റ്സ് ഓഫ് മെൻഡലീസ് പീരിയോഡിക് ടേബിൾ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്ന ഡിസ്കസ് ചെയ്യുന്ന പോയിന്റുകളാണ് എഴുതേണ്ടത് കേട്ടോ. അപ്പൊ ഞാൻ ഓരോന്ന് പോയിന്റ് വൈസ് ആയിട്ട് തരാം. ടെക്സ്റ്റിൽ വലിയൊരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്, അത് വായിച്ച് ആകെ തല കറങ്ങണ്ട. ഞാൻ തരുന്ന പോയിന്റുകൾ അതേപോലെ പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞേ, ഫസ്റ്റ് പോയിന്റ് പറയൂ. അതെ, സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ആൻ എലമെന്റ് കേട്ടോ. ഇനി രണ്ടാമത്തെ മെറിറ്റ് കേട്ടോ, ഭയങ്കരനാണ് രണ്ടാമത്തെ മെറിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഏതാ? prediction of new elements and their properties കേട്ടോ.
പ്രഡിക്ഷൻ ഓഫ് ന്യൂ എലമെന്റ്സ് ആൻഡ് ദെയർ പ്രോപ്പർട്ടീസ്. അതാണ് രണ്ടാമത്തെ മെറിറ്റ് കേട്ടോ. പ്രഡിക്ഷൻ ഓഫ് ന്യൂ എലമെന്റ്സ് ആൻഡ് ദെയർ പ്രോപ്പർട്ടീസ്. എന്താ ഈ പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് പ്രഡിക്ഷൻ? പ്രവചനം അല്ലെ? അദ്ദേഹം എന്ത് ചെയ്തു എന്നറിയോ? പുതിയ എലമെന്റ്സുകളെ കുറിച്ച് പ്രവചിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞിരുന്നു അന്ന് തന്നെ പ്രവചിച്ച ഒരു കാര്യമാണ് കേട്ടോ. ഒരു എലമെന്റ്സ് കണ്ടുപിടിക്കാനുണ്ട്. ആ എലമെന്റ്സിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ആ എലമെന്റ്സ് കൈയിന്റെ തൂവെള്ളയിൽ വെച്ച് കഴിഞ്ഞാലേ അത് ഉരുകി പോവും. കേൾക്കണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കണ്ടോ? എന്താ പറയുന്നത്? ഒരു എലമെന്റ്സ് കണ്ടുപിടിക്കാനുണ്ട്. ആ എലമെന്റ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കൈയിന്റെ തൂവെള്ളയിൽ ജസ്റ്റ് ഇങ്ങനെ വെച്ചിരുന്നാൽ അത് ഗ്യാസ് ആയിട്ട് പോകും. അങ്ങനത്തെ ഒരു എലമെന്റ്സ് കണ്ടുപിടിക്കാനുണ്ട് എന്ന് അദ്ദേഹം അന്നേ പ്രവചിച്ചിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രവചനം നടത്തിയതിന് 32 വർഷത്തിന് ശേഷമാണ് ആ എലമെന്റ്സ് കണ്ടുപിടിച്ചത്. പറഞ്ഞ പോലെ തന്നെ ആ എലമെന്റ്സിന് അതേ ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. എന്താ രണ്ടാമത്തെ മെറിറ്റ് എന്ന് പറഞ്ഞേ? പ്രഡിക്ഷൻ ഓഫ് ന്യൂ എലമെന്റ്സ് ആൻഡ് ദെയർ പ്രോപ്പർട്ടീസ്. റെഡി അല്ലേ? ഇനി പ്രഡിക്ഷൻ നടത്തിയ രണ്ട് എലമെന്റിന്റെ പേരുകൾ ശ്രദ്ധിക്കട്ടോ. അദ്ദേഹം പ്രവചനം നടത്തിയ രണ്ട് എലമെന്റ്സിന്റെ പേര് ശ്രദ്ധിക്കട്ടോ. ഒന്നാമത്തെ എലമെന്റ്സ് ഏതാണെന്നറിയോ? ഏക അലുമിനിയം. ഏതാ പറഞ്ഞേ? ഏക അലുമിനിയം. രണ്ടാമത് ഏക സിലിക്കൺ. ഏക സിലിക്കൺ. ഈ രണ്ട് എലമെന്റ്സുകളെ കുറിച്ചാണ് അദ്ദേഹം പ്രവചനം നടത്തിയത് കേട്ടോ. ഏതൊക്കെ എലമെന്റ്സുകൾ പറഞ്ഞേ? ഏക അലുമിനിയം, ഏക സിലിക്കൺ. എക്ക എന്നും പ്രൊനൗൺസ് ചെയ്യാറുണ്ട്. ഏതാണെങ്കിലും പ്രശ്നമില്ല, സ്പെല്ലിംഗ് മാറാതിരുന്നാൽ മതി കേട്ടോ. എക്ക അലുമിനിയം, എക്ക സിലിക്കൺ എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ ഏക അലുമിനിയം, ഏക സിലിക്കൺ അങ്ങനെയും പറയാറുണ്ട് കേട്ടോ. രണ്ടാണെങ്കിലും പ്രശ്നമില്ല. കെ ആണ് കേട്ടോ. കെ ആണെന്ന് ഓർത്തു വെക്കുക. ഏക അലുമിനിയം, ഏക സിലിക്കൺ. ഇനി ഈ ഏക അലുമിനിയം, ഏക സിലിക്കൺ ഇപ്പോൾ എന്തറിയപ്പെടുന്നു എന്നറിയോ? നൗ ഇറ്റ് ഈസ് നോൺ ആസ്. അതെ, ഗാലിയം ട്ടോ. അതായത് ഏക അലുമിനിയം ഇപ്പോൾ അറിയപ്പെടുന്നത് ഗാലിയം എന്നാട്ടോ. അതുപോലെ തന്നെ ഏക സിലിക്കൺ ഇപ്പോൾ അറിയപ്പെടുന്നത് ജെർമേനിയം എന്നാണ് ട്ടോ. ജെർമേനിയം. അപ്പൊ ഈ എലമെന്റ്സുകളെ കുറിച്ച് എന്ത് ചെയ്തു? അദ്ദേഹം പ്രവചനം നടത്തിട്ടോ. അദ്ദേഹം വെറുതെ പ്രവചിച്ചതല്ല. അദ്ദേഹത്തിന്റെ പ്രവചനങ്ങൾ മുഴുവൻ ശരിയായിരുന്നു എന്ന് പിന്നീട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ അദ്ദേഹത്തിന്റെ മരണശേഷമായിരുന്നു എന്ന് മാത്രം. വേറുണ്ട്, ഒരുപാട് എലമെന്റ്സുകൾ ഉണ്ട്. പക്ഷെ മെന്റലീഫ് പ്രവചിച്ച ഇത് രണ്ടെണ്ണം കേട്ടോ. ഒരുപാട് എലമെന്റ് പിന്നെ സയന്റിസ്റ്റുകൾ പ്രവചിച്ച എലമെന്റ്സുകൾ വേറെ ഉണ്ട്. നമ്മൾ മെന്റലീഫിന്റെ മാത്രമാണ് പഠിക്കുന്നത്. ഓക്കെ. ഏക ബോറോൺ ഒക്കെ വേറെ ഉണ്ട്. അത് നമുക്ക് ആ സമയത്ത് പഠിക്കാം. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ ശ്രദ്ധിക്കട്ടോ. അപ്പൊ രണ്ടാമത്തെ മെറിറ്റ് എന്ന് പറഞ്ഞേ. രണ്ടാമത്തെ മെറിറ്റ് പറയൂ. അതെ, പ്രഡിക്ഷൻ ഓഫ് ന്യൂ എലമെന്റ്സ് ആൻഡ് ദെയർ പ്രോപ്പർട്ടി. പുതിയ എലമെന്റുകളെ കുറിച്ച് പ്രവചനം നടത്തിയ അതിന്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചും അദ്ദേഹം എന്ത് ചെയ്തു എന്നറിയോ? പ്രവചനം നടത്തിയിട്ടോ. ഓക്കെ. ഇനി മൂന്നാമത്തെ മെറിറ്റ് ശ്രദ്ധിക്കട്ടോ. ഹി ലെഫ്റ്റ്. എതിർത്തെ ഹി ലെഫ്റ്റ് വേക്കന്റ് സ്പേസസ് ഫോർ അൺഡിസ്കവേർഡ് എലമെന്റ് കേട്ടോ. He left vacant spaces for undiscovered elements. അതാണ് മൂന്നാമത്തെ കേട്ടോ. തേർഡ് മെറിറ്റ്. He left vacant spaces for undiscovered elements. എന്ന് വെച്ചാൽ അതെ, കണ്ടുപിടിക്കാത്ത എലമെന്റ്സിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു അറിയോ? അദ്ദേഹം പീരിയോഡിക് ടേബിൾ സ്ഥാനം ഒഴിച്ചിട്ടു. ഈ രണ്ട് എലമെന്റുകൾക്ക് കേട്ടോ. ഏതൊക്കെ? ഗാലിയത്തിനും ജെർമേനിയത്തിനും വേണ്ടിയിട്ട് അദ്ദേഹം പീരിയോഡിക് ടേബിൾ എന്ത് ചെയ്തു? അന്ന് തന്നെ ഒരു സ്ഥാനം ഒഴിച്ചിട്ടിരുന്നു. അതൊക്കെ അദ്ദേഹത്തിന്റെ വലിയ മെറിറ്റുകളാണ് കേട്ടോ. മെറിറ്റ്. ഹി ലെഫ്റ്റ് വേക്കന്റ് സ്പേസസ് ഫോർ അൺഡിസ്കവേർഡ് എലമെന്റ്. അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു അങ്ങനെ ഒരു എലമെന്റുകൾ കണ്ടുപിടിക്കാനുണ്ടെന്നും അതിന് ഇന്ന പ്രോപ്പർട്ടി ആണെന്നും അദ്ദേഹം മുന്നേ പ്രവചിച്ചിരുന്നു കേട്ടോ. അതാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റിലേക്ക് പോട്ടെ. അപ്പൊ നാലാമത്തെ കേട്ടോ. നാലാമത്തെ മെറിറ്റ് ആണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. നാലാമത്തെ മെറിറ്റ് ആണ് പറയാൻ പോകുന്നത്. അപ്പൊ ഒന്നാമത്തെ മെറിറ്റ് സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ആൻ എലമെന്റ്സ്. രണ്ട്, പ്രഡിക്ഷൻ ഓഫ് ന്യൂ എലമെന്റ്സ് ആൻഡ് ദെയർ പ്രോപ്പർട്ടി. തേർഡ് വൺ, ഹി ലെഫ്റ്റ് വേക്കന്റ് സ്പേസസ് ഫോർ അൺഡിസ്കവേർഡ് എലമെന്റ് കേട്ടോ. ദെൻ ലാസ്റ്റ് വൺ, കറക്ഷൻ ഓഫ് certain atomic masses like beryllium, platinum, gold, etc. കേട്ടോ. ഇതാണ് നാലാമത്തെ മെറിറ്റ് എന്ന് പറയുന്നത് കേട്ടോ.
അദ്ദേഹം എന്തെന്ന് അറിയോ, ചില എലമെന്റുകളുടെ ആറ്റോമിക് മാസ് കൃത്യമായിട്ട് തിരുത്തി കേട്ടോ, തിരുത്തി. തെറ്റുണ്ടായിരുന്നു, ആ തെറ്റുള്ള ആറ്റോമിക് മാസ് എന്ത് ചെയ്തു, അദ്ദേഹം തിരുത്തി കേട്ടോ, കറക്റ്റ് ചെയ്തു. കറക്ഷൻ ഓഫ് സെർട്ടൈൻ ആറ്റോമിക് മാസസ് ലൈക്ക് ബെറിലിയം, പ്ലാറ്റിനം, ഗോൾഡ് എക്സെട്ര കേട്ടോ. അപ്പൊ ബെറിലിയത്തിന്റെ നമുക്കറിയാം, ബെറിലിയത്തിന്റെ ആറ്റോമിക് നമ്പർ 4 ആറ്റോമിക് മാസ് 9. പക്ഷെ അന്നത്തെ കാലത്ത് ബെറിലിയത്തിന്റെ ആറ്റോമിക് മാസ് 13 എന്നായിരുന്നു അതുവരെ അറിയപ്പെട്ടിരുന്നത്. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു, അത് തിരുത്തി. ബെറിലിയത്തിന്റെ ആറ്റോമിക് മാസ് 13 അല്ല, 9 ആറ്റോമിക് മാസ് എന്ന് അദ്ദേഹം തിരുത്തി എഴുതി കേട്ടോ. അതുപോലെ തന്നെ പ്ലാറ്റിനം, അതുപോലെ തന്നെ ഗോൾഡ്, ഇതിന്റെ ആറ്റോമിക് മാസ് അദ്ദേഹം തിരുത്തി എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ 4 പോയിന്റുകൾ എഴുതിയെടുക്കുക കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുണ്ട് കേട്ടോ. വാട്ട് ആർ ദി മെറിറ്റ്സ് ഓഫ് മെൻഡലീഫ് പീരിയോഡിക് ടേബിൾ എന്ന് ചോദിച്ചാൽ ഒന്നും നോക്കണ്ട, 4 പോയിന്റ് ആണ് എഴുതിക്കൊണ്ട് കേട്ടോ, അയിമ വരുന്നത് വരും. ഇത്ര പെട്ടെന്ന് ഉഷാറാണോ? ഓക്കെ, മെറിറ്റുകൾ പഠിച്ചു വെക്കാം കേട്ടോ. അപ്പൊ മെൻഡലീസ് പീരിയോഡിക് ടേബിൾ, മെൻഡലീസ് പീരിയോഡിക് ലോ പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ അതിന്റെ മെറിറ്റുകൾ പഠിച്ചു വെക്കാം കേട്ടോ. അപ്പൊ മെൻഡലീസ് പീരിയോഡിക് ലോ എല്ലാവരും ഒന്ന് പറഞ്ഞേ, മെൻഡലീസിന്റെ പീരിയോഡിക് ലോ. അതെ, the physical and chemical properties of the elements are periodic function of their atomic masses. ഇനി അതിന്റെ മെറിറ്റുകൾ പറഞ്ഞേ, മെറിറ്റുകൾ 4 പോയിന്റ് പറഞ്ഞേ. യെസ്, ഓക്കെ. അപ്പൊ എത്ര പഠിച്ചാൽ 2 മാർക്ക് ഷുവർ ആട്ടോ, മെൻഡലീസിന്റെ പീരിയോഡിക് ലോ അതുപോലെ അതിന്റെ മെറിറ്റ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോട്ടെ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ ജയ്, പേജ് മാറുന്നില്ല കണ്ടോ, അതാണ് മെൻഡലീസിന്റെ പീരിയോഡിക് ടേബിൾ കേട്ടോ. കണ്ടോ, അദ്ദേഹം അന്ന് കൊണ്ടുവന്ന ടേബിൾ ആണിത്. അന്ന് ആകെ 63 എലിമെന്റ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത് കേട്ടോ. 8 ഗ്രൂപ്പ് കണ്ടില്ലേ, 8 ഗ്രൂപ്പാണ് ഉള്ളത്. അത് 0 മുതൽ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ, 0 മുതൽ 8 വരെ. ഈ 0ത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാം, ഈ 0 ഗ്രൂപ്പിലായിരുന്നു ആരുള്ളത്, നോബിൾ ഗ്യാസ് ഉള്ളത്. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ, സിനോൺ, റാഡോൺ. കണ്ടില്ലേ? പിന്നെ ബാക്കി 8 ഗ്രൂപ്പ് വേറെ കേട്ടോ. 0 ഗ്രൂപ്പിലാണ് ആരുണ്ടായിരുന്നത്, 0 ഗ്രൂപ്പിലാണ് ആരുള്ളത്, നോബിൾ ഗ്യാസ്. ഇനി അടുത്ത ടോപ്പിക്കിലോട്ട് പോവാട്ടോ. ഇതിനെ കുറിച്ച് ഇത്ര മതി, വല്ലാതെ ഡീപ്പായിട്ട് വേണ്ട. എന്താന്ന് വെച്ചാൽ ഇതല്ലല്ലോ പീരിയോഡിക് ടേബിൾ അല്ലെ, പുതിയത് ഉണ്ടാവുമ്പോൾ അത് പഠിക്കല്ലേ നല്ലത്. ഓക്കെ, ഡിമെറിറ്റ്സ് ഓഫ് മെൻഡലീസ് പീരിയോഡിക് ടേബിൾ, ഡിമെറിറ്റ്സ് ഓഫ് മെൻഡലീസ് പീരിയോഡിക്. അപ്പൊ ശരിയാക്കേ, പേജ് മാറുന്നില്ല. റെഡി. ഇനി ഇതിന്റെ പിന്നെ ഡിമെറിറ്റുകളാണ് പറയാൻ പോകുന്നത് കേട്ടോ. മെൻഡലീസ് ക്ലാസിഫിക്കേഷന്റെ ഡിമെറിറ്റുകൾ കേട്ടോ, ഡിമെറിറ്റ്സ് കേട്ടോ, ഡിമെറിറ്റ്സ്. ഹെഡിങ് ഏതൊക്കെ, ഡിമെറിറ്റ്സ് ഓഫ് മെൻഡലീസ് പീരിയോഡിക് ടേബിൾ. ഹലോ മക്കളെ, വോയിസ് ക്ലിയർ അല്ലേ? പേജ് ഇപ്പൊ ഏതാ നിങ്ങൾക്ക് കാണുന്നത്, അതിലെ സ്ക്രീനിൽ ഏതാ കാണുന്നത്? ഏതായാലും പറയാം, ഞാൻ പറഞ്ഞിട്ട് എഴുതാട്ടോ. എതിർത്തോളൂ കേട്ടോ, എതിർത്തോളൂ. പറഞ്ഞുതരാം, എന്താന്ന് പറഞ്ഞുതരാം കേട്ടോ, സ്ക്രീൻ ഒന്ന് ക്ലിയർ ചെയ്യട്ടെ. ഡിമെറിറ്റ്സ് ഓഫ് മെൻഡലീസ് പീരിയോഡിക് ടേബിൾ കേട്ടോ. ഓക്കെ, ഡിമെറിറ്റ്സ് ഓഫ് മെൻഡലീസ് പീരിയോഡിക് ടേബിൾ. ഒന്നാമത്തെ ശ്രദ്ധിക്കട്ടോ, ഒരേ പ്രോപ്പർട്ടി ഇല്ലാത്ത എലിമെന്റ്സുകളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി കേട്ടോ. ഒരേ പ്രോപ്പർട്ടി അല്ലാത്ത എലിമെന്റ്സുകളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി കേട്ടോ. എലിമെന്റ്സ് വിത്ത് ഡിസിമിലർ പ്രോപ്പർട്ടീസ് ആർ ഫൗണ്ട് ഇൻ സെയിം ഗ്രൂപ്പ്. ഒരേ പ്രോപ്പർട്ടി അല്ലാത്ത എലിമെന്റ്സുകളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ് അതിന്റെ ഒന്നാമത്തെ ഡിമെറിറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഡിമെറിറ്റ് എന്ന് പറയുന്നത് ഹൈഡ്രജന് ഒരു പ്രോപ്പർ പൊസിഷൻ കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള കേട്ടോ. പീരിയോഡിക് ടേബിൾ ഹൈഡ്രജന് ഒരു പ്രത്യേക സ്ഥാനം കൊടുക്കാൻ കഴിഞ്ഞില്ല, പ്രോപ്പർ ആയിട്ടുള്ള ഒരു പൊസിഷൻ കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതിന്റെ രണ്ടാമത്തെ ഡിമെറിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. മൂന്നാമത്തെ പറയുന്നത് എന്താന്ന് വെച്ചാല്, പിന്നെ ലാന്തനോയിഡിനും ആക്ടിനോയിഡ്സിനും ഒരു പ്രോപ്പർ പൊസിഷൻ, എക്സാക്ട് പൊസിഷൻ പീരിയോഡിക് ടേബിൾ കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് കേട്ടോ. ആൾസോ ഫോർ ഐസോടോപ്പ് അത് എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. ആൾസോ ഫോർ ഐസോടോപ്പ് അത് വേണ്ട കേട്ടോ. ലാന്തനോയിഡ് ആൻഡ് ആക്ടിനോയിഡ് എന്ന് മതിയേ. ലാന്തനോയിഡ്സ് ആൻഡ് ആക്ടിനോയിഡ്സ്. ഏറ്റവും അവസാനത്തെ ഡിമെറിറ്റ് എന്ന് പറയുന്നത് ഡു നോട്ട് സ്ട്രിക്റ്റ്ലി ഒബേ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദിയർ ആറ്റോമിക് മാസ്. ആറ്റോമിക് മാസ് കൂടി വരുന്ന ഇൻക്രീസിംഗ് ഓർഡർ അല്ലേ പറഞ്ഞത്, അത് സ്ട്രിക്റ്റ് ആയിട്ട് ഒബേ ചെയ്തില്ല കേട്ടോ, സ്ട്രിക്റ്റ് ആയിട്ട് ഒബേ ചെയ്തില്ല. ഇത്രയും കാര്യങ്ങളാണ് മെൻഡലീഫിന്റെ ഡിമെറിറ്റ് എന്നുള്ള ഭാഗത്ത് നമുക്ക് എഴുതാറുള്ളത് കേട്ടോ. ഡിമെറിറ്റ് എന്നുള്ള ഭാഗത്ത് നമുക്ക് പഠിക്കാം. അപ്പൊ അതൊന്ന് എഴുതിയെടുക്കുക, എന്നിട്ട് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തുതരാം കേട്ടോ, എന്താന്നുള്ളത് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. വോയിസ് ക്ലിയർ അല്ലേ? സന ഫിനിഷ്, ഫാരിസ ഫിനിഷ്, ഓക്കെ. നിദ ഷെറിൻ ലെഫ്റ്റ്, അന്ന് സംഭവം
റിൻഷിത ഫിനിഷ്, സിത്താര ഫിനിഷ്, ഫിദ കംപ്ലീറ്റ്, റിൻഷാലി കംപ്ലീറ്റ്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കട്ടോ, ഡിമെറിറ്റുകൾ ഒന്നും കൂടെ ശ്രദ്ധിക്കുക, ജസ്റ്റ് ഒന്നും കൂടെ പറഞ്ഞുതരാം. ഒന്നാമത്തെ എന്താ, ഒരേ പ്രോപ്പർട്ടീസ് വരാത്ത എലിമെന്റ്സുകളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. രണ്ടാമത്തത്, ഹൈഡ്രജൻ ഒരു പ്രോപ്പർ പൊസിഷൻ കൊടുക്കാൻ കഴിഞ്ഞില്ല. മൂന്നാമത്തത്, ലാന്തനോയിഡുകൾക്കും ആക്ടിനോയിഡുകൾക്കും എന്ത് ചെയ്യില്ല, സെപ്പറേറ്റ് പൊസിഷൻ, എക്സാക്ട് പൊസിഷൻ കൊടുക്കാൻ കഴിഞ്ഞില്ല. ഇനി ഏറ്റവും അവസാനത്തെ ഡിമെറിറ്റ് എന്ന് പറയുന്നത് ആറ്റോമിക് മാസിന്റെ ഇൻക്രീസിങ് ഓർഡർ എന്നുള്ള ക്രൈറ്റീരിയ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. ഓക്കെ, ആറ്റോമിക് മാസിന്റെ ഇൻക്രീസിങ് ഓർഡറിലല്ലേ എലിമെന്റ്സുകൾ അറേഞ്ച് ചെയ്തത്, ആ ഒരു ക്രൈറ്റീരിയ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയില്ല എന്നാണ് അതിന്റെ നാലാമത്തെ ഡിമെറിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണോ? അപ്പൊ മെന്റലിസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്നുള്ള ഭാഗം കംപ്ലീറ്റ് ആയിട്ടോ, മെന്റലിസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്നുള്ള ഭാഗം കംപ്ലീറ്റ് ആയി. എന്നാ നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോയാലോ? എന്തെങ്കിലും അഭിപ്രായം? ഡിമെറിറ്റ്സ് ഓഫ് മെന്റലിസ്റ്റ് പീരിയോഡിക് ടേബിൾ കേട്ടോ. ഒറ്റ മിനിറ്റ്, ഇത് പേജ് മാറുന്നില്ല. ഡിമെറിറ്റ്സ് ഓഫ് മെന്റലിസ്റ്റ് പീരിയോഡിക് ടേബിൾ കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ഹെഡിങ് കേട്ടോ, മോഡേൺ പീരിയോഡിക് ടേബിൾ. ഹെഡിങ് ഏതൊക്കെ? മോഡേൺ പീരിയോഡിക് ടേബിൾ, മോഡേൺ പീരിയോഡിക് ടേബിൾ, മോഡേൺ പീരിയോഡിക് ടേബിൾ, മോഡേൺ പീരിയോഡിക് ടേബിൾ കേട്ടോ ഹെഡിങ്. അപ്പൊ മോഡേൺ പീരിയോഡിക് ടേബിൾ കൊണ്ടുവന്ന സയന്റിസ്റ്റ് ആണ് ഹെൻറി മോസ്ലി കേട്ടോ, ഹെൻറി മോസ്ലി. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ചെയ്ത പ്രൊപ്പോസ്ഡ് ബൈ ഹെൻറി മോസ്ലി. പ്രൊപ്പോസ്ഡ് ബൈ ഹെൻറി മോസ്ലി. രണ്ടാമത്തെ, it is based on atomic number. It is based on atomic number. ഈ രണ്ട് പോയിന്റ് അവിടെ ചെയ്തോ. മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് ഹെഡിങ് ചെയ്തിട്ട് ഫസ്റ്റ് പോയിന്റ് പ്രൊപ്പോസ്ഡ് ബൈ ഹെൻറി മോസ്ലി. രണ്ടാമത്തെ പോയിന്റ്, it is based on atomic number. Atomic number. It is based on atomic number. Atomic number. Atomic number. Proposed by Henry Moseley. It is based on atomic number. എഴുതിയാൽ നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോവാം. ഓക്കെ, മോഡേൺ പീരിയോഡിക് ലോ. ഹെഡിങ് എഴുതിക്കേ, മോഡേൺ പീരിയോഡിക് ലോ, മോഡേൺ പീരിയോഡിക് ലോ, മോഡേൺ പീരിയോഡിക് ലോ. നമ്മൾ നേരത്തെ ഒരു പീരിയോഡിക് ലോ പഠിച്ചില്ലേ മെൻഡലീവ്സിന്റെ, അതിൽ നിന്ന് ചെറിയൊരു മാറ്റമുള്ളൂ കേട്ടോ. ആറ്റോമിക് മാസിന് പകരം ആറ്റോമിക് നമ്പർ ആക്കിയാൽ മതി, വേറെ ഒരു മാറ്റമില്ല കേട്ടോ. ദി ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദി എലമെന്റ്സ് ആർ പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് ദെയർ അറ്റോമിക് നമ്പർ. എതിർത്തെ അറ്റോമിക് മാസിന് പകരം അറ്റോമിക് നമ്പർ എന്നാക്കിയാൽ മതി കേട്ടോ. അറ്റോമിക് മാസിന് പകരം അറ്റോമിക് നമ്പർ എന്നാക്കിയാൽ മതി. ഓക്കെ, അറ്റോമിക് മാസിന് പകരം അറ്റോമിക് നമ്പർ എന്നാക്കിയാൽ മതി കേട്ടോ. അതാണ് മോഡേൺ പീരിയോഡിക് ലോ. മോഡേൺ പീരിയോഡിക് ലോ, മോഡേൺ പീരിയോഡിക് ലോ. സ്നേഹ അലീന കംപ്ലീറ്റഡ്. ഓക്കെ, അപ്പോ മെൻഡലീസിന്റെ പീരിയോഡിക് ലോയും മോഡേൺ പീരിയോഡിക് ലോയും തമ്മിൽ മാറരുത് കേട്ടോ. ഒരൊറ്റ സെന്റൻസിന്റെ മാറ്റമുള്ളൂ. ഒന്നിൽ ആറ്റോമിക് മാസ് ആണ്, ഒന്നിൽ ആറ്റോമിക് നമ്പർ ആണ്. വേറെ മാറ്റമൊന്നും ഇല്ല കേട്ടോ, വേറെ മാറ്റമൊന്നുമില്ല. ഒന്ന് ആറ്റോമിക് നമ്പർ ആണ്, ഒന്ന് ആറ്റോമിക് മാസ് ആണ്. മോഡേൺ പീരിയോഡിക് ലോ ആറ്റോമിക് നമ്പർ ആണ്, മെൻഡലിസ്റ്റ് പീരിയോഡിക് ലോ ആറ്റോമിക് മാസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഹെഡിങ് കേട്ടോ, പീരിയഡ്സ് ആൻഡ് ഗ്രൂപ്പ്, പീരിയഡ്സ് ആൻഡ് ഗ്രൂപ്പ്സ്, പീരിയഡ്സ് ആൻഡ് ഗ്രൂപ്പ്സ്, പീരിയഡ്സ് ആൻഡ് ഗ്രൂപ്പ്സ്. ഹെഡിങ് കേട്ടോ, പീരിയഡ്സ് ആൻഡ് ഗ്രൂപ്പ്സ്. പറയട്ടെ, അപ്പൊ എന്താണ് പീരിയഡ്സ്, എന്താണ് ഗ്രൂപ്പ്സ് എന്നൊക്കെ നമുക്ക് നോക്കട്ടെ. ആദ്യം നമ്മൾ പീരിയഡ്സിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അതായത് പീരിയോഡിക് ടേബിളിൽ കാണുന്ന ഹൊറിസോണ്ടൽ റോ അല്ലെ, മോഡേൺ പീരിയോഡിക് ടേബിളിൽ കാണുന്ന ഹൊറിസോണ്ടൽ റോസിന് പറയുന്ന പേരാണ് പീരിയഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ മോഡേൺ പീരിയോഡിക് ടേബിളിൽ 7 പീരീഡ് ആണുള്ളത്. ഫസ്റ്റ് പീരീഡിൽ 2 എലമെന്റ്സ് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ പീരീഡിൽ 8 എലമെന്റ്സ് ആണുള്ളത്. മൂന്നാമത്തെ പീരീഡിൽ 18 എലമെന്റ്സ് ആണുള്ളത്. സോറി, സെക്കൻഡും തേർഡും 8, ഫോർത്തും ഫിഫ്ത്തും 18 കേട്ടോ. അതുപോലെ തന്നെ 6th പീരീഡ് 32 എലമെന്റ്സ് ആണ്. ഓക്കെ, അവസാനത്തെ പീരീഡ് ഇൻകംപ്ലീറ്റ് പീരീഡ് ആട്ടോ. 32 ആണ് ഉള്ളത് നിലവില്, പക്ഷെ അത് ഇൻകംപ്ലീറ്റ് ആണ് കേട്ടോ, ഇൻകംപ്ലീറ്റ് പീരീഡ് ആണ് ഉള്ളത്. അപ്പൊ എത്രയാണ് പീരീഡ്സിനെ കുറിച്ച് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോ പീരിയോഡിക് ടേബിളിൽ കാണുന്ന ഹൊറിസോണ്ടൽ റോ, എന്താ ഹൊറിസോണ്ടൽ റോ? ഇങ്ങനെ കാണൂലേ,
ഹൊറിസോണ്ടൽ റോസിന് പറയുന്ന പേരാണ് പീരീഡ്. 7 പീരീഡ് ഉണ്ട്. ഫസ്റ്റ് പീരീഡിൽ 2 എലമെന്റ്, സെക്കൻഡിലും തേർഡിലും 8 എലമെന്റ്, ഫോർത്തിലും ഫിഫ്തിലും 18 എലമെന്റ്, സിക്സ്തിൽ 32, സെവൻത്തിൽ 32 ആണ്. പക്ഷെ അത് ഇൻകംപ്ലീറ്റ് പീരീഡ് ആണ് കേട്ടോ, ഇൻകംപ്ലീറ്റ് പീരീഡ്സ്. ഓക്കെ, ആ ഇൻകംപ്ലീറ്റ് പീരീഡ് കൊണ്ട് ഉദ്ദേശിച്ചത് എന്താ വെച്ചാലേ പീരിയോഡിക് ടേബിൾ രണ്ട് ഗ്യാപ്പും കൂടെ ഉണ്ട് പീരിയോഡിക് ടേബിളിൽ നിലവിൽ, മനസ്സിലാവുണ്ടോ? അത് 7ാമത്തെ പീരീഡിലാണുള്ളത്. 7ാമത്തെ പീരീഡിൽ 2 ഗ്യാപ്പ് കൂടെ ഫില്ല് ചെയ്യാണ്ട് 120 എലമെന്റ്സ് ആണ് കൊള്ളുക ഒരു പീരിയോഡിക് ടേബിൾ, നിലവിലുള്ള പീരിയോഡിക് ടേബിളിൽ. അതിൽ 118 ആയി. ഇനി 2 കൂടെ ഗ്യാപ്പ് ഉള്ളൂ. 2 എലമെന്റ്സ് കൂടെ കണ്ടുപിടിച്ചാൽ പീരിയോഡിക് ടേബിൾ കംപ്ലീറ്റ് ആയി. മൂന്നാമതൊരു എലമെന്റ്സ് എങ്ങാനും കണ്ടുപിടിച്ചാൽ കുടുങ്ങി മക്കളെ, കുടുങ്ങി. പീരിയോഡിക് ടേബിൾ മൊത്തം അയച്ച് പണിയേണ്ടി വരും. കാരണം അതിനെ എവിടെ ഉൾപ്പെടുത്തുന്ന പുതിയ സ്റ്റഡി ഒക്കെ നടത്തിയിട്ട് വേണ്ടി വരും കേട്ടോ, പുതിയ സ്റ്റഡി ഒക്കെ നടത്തിയിട്ട് വേണ്ടി വരും. അപ്പോൾ അതിന് വേഗം +1 +2 പാസ്സായിക്കോളി, അല്ലെങ്കിൽ അയച്ചാങ്കുച്ചം പഠിക്കേണ്ടി വരും പീരിയോഡിക് ടേബിൾ. ഓക്കെ, 2 എണ്ണത്തിനും കൂടെ ഗ്യാപ്പ് ഉണ്ട് കേട്ടോ, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. 7ാമത്തെ പീരീഡിൽ 2 വേക്കന്റ് സ്പേസും കൂടെ ഉണ്ട്, അതാണ് അവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? സൗണ്ട് ക്ലിയർ അല്ലേ? ഇപ്പോഴോ? ഇപ്പൊ ക്ലിയർ ആണോ? ഇപ്പോ ഓക്കെ. ഓക്കെ, ശ്രദ്ധിക്കട്ടോ. ഇൻകംപ്ലീറ്റ് പീരീഡ് എന്ന് പറയാനുള്ള കാരണേ 7ാമത്തെ പീരീഡിലെ 2 എലമെന്റ്സുകൾക്ക് കൂടെ ഗ്യാപ്പ് ഉണ്ട്. അത് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. 2 എലമെന്റ്സ് കണ്ടുപിടിച്ചാൽ പ്രശ്നമല്ല, 120 എലമെന്റ്സുകൾ പീരിയോഡിക് ടേബിളിൽ ഉൾക്കൊള്ളും. എന്നാൽ മൂന്നാമതൊരു എലമെന്റ്സ് കൂടെ കണ്ടുപിടിച്ചാലേ പീരിയോഡിക് ടേബിള് ആകെ മാറ്റി മറിക്കേണ്ടി വരും, പുതിയ പീരിയോഡിക് ടേബിൾ കൊണ്ടുവരേണ്ടി വരും. മനസ്സിലാവുണ്ടോ? അപ്പൊ അയച്ചാങ്കുച്ചം പഠിച്ചേണ്ടി വരും പീരിയോഡിക് ടേബിൾസിനെ ഒക്കെ കുറിച്ച് കണ്ട്. അതുകൊണ്ട് വേഗം +1 +2 പാസ്സായിക്കോളി എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കേട്ടോ. അത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞു. ഹലോ, ഉണ്ട്? ഇപ്പോൾ റെഡി ആണോ? ഓക്കെ, ഞാൻ ഹെഡ്സെറ്റ് ഒന്നും കൂടെ ഒന്ന് റെഡി ആക്കട്ടെ. എന്നാ അത് എഴുതിയെടുത്തോളൂ കേട്ടോ, പീരീഡ്സ് ഉള്ള ഭാഗം ഒന്ന് എഴുതിയെടുത്തേ, ഒന്ന് എഴുതിയെടുക്കും കേട്ടോ. ഇപ്പയോ? ഓക്കെ, അപ്പൊ പീരീഡ്സ് എഴുതിയെടുക്കുക കേട്ടോ, പീരീഡ്സ് ഉള്ള ഭാഗം എഴുതിയെടുക്കി. അപ്പൊ പീരിയോഡിക് ടേബിളില് ഹൊറിസോണ്ടൽ റോ കാണപ്പെടുന്നതാണ് പീരീഡ്സ് കേട്ടോ. ഹൊറിസോണ്ടൽ റോസിന് പറയുന്ന പേരാണ് പീരീഡ്. 7 പീരീഡ് ആണ് ഉള്ളത്. ഫസ്റ്റ് പീരീഡിൽ 2 എലമെന്റ്സേ ഉള്ളൂ. സെക്കൻഡിലും തേർഡിലും 8 എലമെന്റ്സ് വീതം ഉള്ളത്. ഫോർത്തിലും ഫിഫ്തിലും 18 എലമെന്റ്സ് വീതം ഉള്ളത്. സിക്സ്തില് 32 എലമെന്റ്സ് ഉണ്ട്. സെവൻത്തില് 32 എലമെന്റ്സ് ആണ് നിലവിലുള്ളത്. പക്ഷേ അത് ഇൻകംപ്ലീറ്റ് പീരീഡ്സ് ആണ് കേട്ടോ, ഇൻകംപ്ലീറ്റ് പീരീഡ്സ്. അത്രേ ഉള്ളൂ. വോയിസ് ക്ലിയർ ആണല്ലോ അല്ലേ? പ്രശ്നമില്ലല്ലോ. ഇനി ഫാൻ ഇട്ടത് കൊണ്ടാണോ എന്ന് അറിയില്ല, വേണമെങ്കിൽ ഫാൻ ഓഫ് ചെയ്യാം. ഫിദ കംപ്ലീറ്റഡ്, സിത്താര ഫിനിഷ്. ഓക്കെ ഗുയ്സ്, നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോട്ടെ, നെക്സ്റ്റ് പോയിന്റിലോട്ട് പോട്ടെ. ഓക്കെ, അപ്പൊ പീരീഡ്സ് കഴിഞ്ഞാൽ പിന്നെ ആരെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്? പീരീഡ്സ് കഴിഞ്ഞാല് ഗ്രൂപ്പ്. ഓക്കെ, അപ്പൊ നമുക്ക് ഗ്രൂപ്പിനെ കുറിച്ച് 1-2 പോയിന്റുകൾ. ഗ്രൂപ്പ്സ് റെഡി അല്ലേ? അപ്പൊ വെർട്ടിക്കൽ ആയിട്ടുള്ള കോളം, പീരിയോഡിക് ടേബിളിലുള്ള വെർട്ടിക്കൽ കോളത്തെ പറയുന്ന പേരാണ് ഗ്രൂപ്പ് കേട്ടോ. 18 ഗ്രൂപ്പാണ് നിലവിലുള്ളത് പീരിയോഡിക് ടേബിളിൽ കേട്ടോ. റെഡി അല്ലേ? 18 ഗ്രൂപ്പാണ് നിലവിൽ പീരിയോഡിക് ടേബിളിൽ ഉള്ളത്. അപ്പൊ ആ പോയിന്റ് കൂടെ എഴുതി കേട്ടോ. വെർട്ടിക്കൽ കോളത്തെ പറയുന്ന പേരാണ് ഗ്രൂപ്പ് കേട്ടോ. വെർട്ടിക്കൽ കോളം എങ്ങനെ? മുകളിൽ നിന്ന് താഴോട്ട് കേട്ടോ. ഇങ്ങനത്തെ 18 ഉണ്ട്, 1 മുതൽ 18 വരെ കേട്ടോ. അപ്പൊ 18 വെർട്ടിക്കൽ കോളത്തെ പറയുന്ന പേരാണ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് കേട്ടോ. Vertical column present in the modern periodic table are called groups. There are 18 vertical columns. Therefore, 18 groups are present in the modern periodic table. Sana, finish. Okay, good. Now next topic lote pote. Periods endanu parnu, groups endanu parnu ട്ടോ. Periods endanu parnu, groups endanu parnu. Okay. അടുത്ത നെക്സ്റ്റ് ടോപ്പിക് കേട്ടോ. നെക്സ്റ്റ് ടോപ്പിക്സ് അടുത്തായിട്ട് ഇരിക്കെ മോഡേൺ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് കേട്ടോ. മോഡേൺ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ഹെഡിങ് ചെയ്താ കേട്ടോ. മോഡേൺ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ്. ഓക്കെ, ഹൈഡ്രജനെ പിന്നെ 2 കാര്യങ്ങളുണ്ട്. അതായത് ഭൂരിഭാഗം സയന്റിസ്റ്റും സജസ്റ്റ് ചെയ്യുന്ന 2 കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ, ഭൂരിഭാഗം സയന്റിസ്റ്റ് പറയുന്നത് ഒന്നാമത് ആൽക്കലി മെറ്റൽസിൽ ഉൾപ്പെടുത്തണം എന്ന് പറയുന്നുണ്ട്, രണ്ടാമത് ഹാലജൻ ഫാമിലിയിൽ ഉൾപ്പെടുത്തണം എന്നും പറയുന്നുണ്ട്.
പക്ഷെ അതിപ്പോഴും രണ്ടും തീരുമാനമായിട്ടുള്ള. രണ്ടിനും ഒരുപാട് കാരണങ്ങളുണ്ട്. ഉൾപ്പെടുത്തണം എന്ന് പറയുന്നതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. കാരണം ആൽക്കലി മെറ്റൽസുമായിട്ട് മോർ റിസംബ്ലൻസ് കാണിക്കുന്നുണ്ട്. ഓക്കെ, മോർ സിമിലാരിറ്റീസ് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഹാലജൻ ഫാമിലിയുമായിട്ടും മോർ സിമിലാരിറ്റീസ് കാണിക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഏതിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത് ഇപ്പോഴും തർക്ക വിഷയമായിട്ട് തുടരാണ്. അതുകൊണ്ട് ഹൈഡ്രജന്റെ പൊസിഷൻ പീരിയോഡിക് ടേബിളിൽ എവിടെയെന്ന് ചോദിച്ചാൽ സെപ്പറേറ്റ് പൊസിഷൻ എന്നാണ് ആൻസർ. പക്ഷെ പീരീഡ് ഒന്നാണ് കേട്ടോ. പീരീഡ് ഫസ്റ്റ് പീരീഡ് ആണ്. എന്നാൽ ഗ്രൂപ്പ് ഏതാന്ന് ചോദിച്ചാല് ഗ്രൂപ്പ് ഇല്ല. ഹൈഡ്രജൻ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടൂല കേട്ടോ. ഹൈഡ്രജൻ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടൂല. റെഡി അല്ലേ? അതിനെ കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് പഠിക്കാണ്ട്. 9ാമത്തെ ചാപ്റ്റർ ഹൈഡ്രജൻ എന്നുള്ള ഒരു ചാപ്റ്റർ ഉണ്ട്. 1.5 ചാപ്റ്റർ ആണ്. അതിൽ നമ്മൾ വളരെ വിശദമായിട്ട് പഠിക്കും കേട്ടോ. ഓക്കെ, അപ്പോളേ മോഡേൺ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് എന്നുള്ള ഭാഗത്ത് നമുക്ക് എന്താ പഠിക്കാനുള്ളതെന്ന് വെച്ചാലേ ശ്രദ്ധിക്കട്ടോ. എലമെന്റ്സിനെ 4 ബ്ലോക്ക് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. എലമെന്റ്സിനെ 4 ബ്ലോക്ക് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ബ്ലോക്കാണ് എസ്, 2 പി, 3 ഡി, 4 എഫ് ബ്ലോക്ക്. ഓക്കെ, ഇനി ഈ ക്ലാസിഫിക്കേഷൻ എന്തിന്റെ ബേസിലാന്ന് ചോദിച്ചാലേ ദി ലാസ്റ്റ് ഇലക്ട്രോൺ ഓഫ് ദി ആറ്റം ഓഫ് ദി എലമെന്റ് എൻറ്റർ, അവസാനത്തെ ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലാണോ എൻട്രിങ് നടക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ 4 ബ്ലോക്കുകൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അവസാനത്തെ ഇലക്ട്രോൺ ഏതിലാണ് ഫിൽ ആവുക എന്നതിനെ ബേസ് ചെയ്തിട്ട്. അപ്പൊ എസിൽ ഫിൽ ആവുകയാണെങ്കിൽ അത് എസ് സബ്ഷെൽ, സോറി എസ് ബ്ലോക്ക്. പിയിലാണ് അവസാനത്തെ ഇലക്ട്രോൺ ഫില്ലിംഗ് നടക്കുന്നതെങ്കിൽ അത് പി ബ്ലോക്ക്. ഡിയിലാണ് അവസാന ഇലക്ട്രോൺ ഫില്ലിംഗ് നടക്കുന്നതെങ്കിൽ അത് ഡി ബ്ലോക്ക്. എഫിലാണ് അവസാനത്തെ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നതെങ്കിൽ അത് എഫ് ബ്ലോക്ക്. അത്രേ ഉള്ളൂ. റെഡി അല്ലേ? ഓക്കെ, അപ്പൊ ആ പോയിന്റ് ഒന്ന് എഴുതിയെടുക്കാം കേട്ടോ. In the modern periodic table, elements are classified into 4 blocks. അതാണ് എസ്, പി, ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്. ക്ലാസിഫിക്കേഷൻ എന്തിന്റെ ബേസിലാ? ലാസ്റ്റ് ഇലക്ട്രോൺ ഓഫ് ദി ആറ്റം ഓഫ് ദി എലമെന്റ് എൻറ്റർ, അവസാനത്തെ ഇലക്ട്രോൺ എവിടെയാണ് എൻറ്റർ ചെയ്യുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ടാട്ടോ. അവസാനത്തെ ഇലക്ട്രോൺ എവിടെ എൻറ്റർ ചെയ്യുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ക്ലാസിഫിക്കേഷൻ ട്ടോ. അപ്പോ പീരിയോഡിക് ടേബിളിനെ, മോഡേൺ പീരിയോഡിക് ടേബിളിനെ നമുക്ക് 4 ബ്ലോക്ക് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം കേട്ടോ. എസ്, പി, ഡി, എഫ് അങ്ങനെ പഠിച്ചാൽ മതി. അതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. കാരണം പീരിയോഡിക് ടേബിളിനെ കുറിച്ചൊന്നും നമ്മൾ ഇനി അത്ര ഡീപ്പായിട്ട് പഠിക്കൂല. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക കേട്ടോ. നമ്മള് എലമെന്റുകളെ കുറിച്ചാണ് പഠിക്കുക കേട്ടോ. എസ് ബ്ലോക്ക് എന്നൊരു ചാപ്റ്റർ നമുക്ക് പഠിക്കാണ്ട്, പി ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പഠിക്കാണ്ട്, ഡി ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പഠിക്കാണ്ട്, എഫ് ബ്ലോക്ക് എലമെന്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പഠിക്കാണ്ട്. ചാപ്റ്റർ വൈസിൽ നമുക്ക് പഠിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നാൽ ആ സമയത്ത് നമുക്ക് പഠനം ഈസി ആവും, സ്റ്റഡി വളരെ ഈസി ആവും. ഇഞ്ഞുണ്ടോ എന്ന് ചോദിക്കും നിങ്ങൾ. അങ്ങനത്തെ ചാപ്റ്ററുകളാണ് നമുക്ക്. ഹലോ ഗുയ്സ്, നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോട്ടെ. അപ്പൊ അടുത്തത് നമുക്ക് ഓരോ ബ്ലോക്കുകളെ കുറിച്ചാണ് പഠിക്കാനുള്ളത് കേട്ടോ. ഓരോ ബ്ലോക്കുകളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ആദ്യം നമുക്ക് പഠിക്കാനുള്ള എസ് ബ്ലോക്ക് എലമെന്റ്. ഹെഡിങ് എഴുതിക്കേ, എസ് ബ്ലോക്ക് എലമെന്റ്. എസ് ബ്ലോക്ക് എലമെന്റ്. റെഡി അല്ലേ മക്കളെ? അപ്പൊ എസ് ബ്ലോക്ക് എലിമെന്റ്സിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. റെഡി അല്ലേ? അപ്പൊ ആദ്യം എന്താണ് എസ് ബ്ലോക്ക് എലമെന്റ്? എസ് ബ്ലോക്കിൽ എത്ര ഗ്രൂപ്പുകൾ ഉൾപ്പെടുന്നുണ്ട്? എന്താണ് അതിന്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? എവിടെയാണ് എസ് ബ്ലോക്കിന്റെ പൊസിഷൻ പീരിയോഡിക് ടേബിളില്? ഓക്കെ, ഏതൊക്കെ എലമെന്റ്സുകളാണ് അതിലുള്ളത്? ഈ എലമെന്റ്സുകളുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്നുള്ള ഭാഗത്ത് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് കേട്ടോ. അപ്പൊ വാട്ട് ഈസ് എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ ആൻസർ ചെയ്ത? വാട്ട് ഈസ് എസ് ബ്ലോക്ക് എലമെന്റ് മക്കളെ? അയ്വാ, എനിക്ക് നല്ലോണം നോക്കി വായിക്കാൻ അറിയില്ലേ? ഉഷാറാണ്. ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. ബാക്കിയുള്ളവരൊന്നും വായിച്ചില്ലല്ലോ. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കട്ടോ, ഞാൻ ഇൻസൾട്ട് ചെയ്തല്ലോ കേട്ടോ, ഞാൻ സീരിയസ് ആയി പറഞ്ഞാണ്. ഓക്കെ, പിന്നെ ഇവിടെ ശ്രദ്ധിക്കേ, എസ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് 2 രീതിയിൽ ഡിഫൈൻ ചെയ്യാം കേട്ടോ. ഒന്ന്, അവസാനത്തെ ഇലക്ട്രോൺ എസ് സബ്ഷെല്ലിലാണ് ഫിൽ ചെയ്യുന്നതെങ്കിൽ അതിന് എസ് ബ്ലോക്ക് എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഗ്രൂപ്പ് 1 and 2 കോൺസ്റ്റിറ്റ്യൂട്ട് എസ് ബ്ലോക്ക് എലമെന്റ് കേട്ടോ. ഗ്രൂപ്പ് 1 and 2 കോൺസ്റ്റിറ്റ്യൂട്ട് എസ് ബ്ലോക്ക് എലമെന്റ്. എഴുതിക്കൂടെ? ഓക്കെ, ഇനി ഇതിന്റെ പൊസിഷൻ എവിടെ മക്കളെ? എസ് ബ്ലോക്കിന്റെ പൊസിഷൻ എവിടെ?
പൊസിഷൻ പീരിയോഡിക് ടേബിളിൽ എവിടെ പൊസിഷൻ? ആ ഗ്രൂപ്പ് 1 and 2 ഓക്കെ, അത് നമ്മൾ പറഞ്ഞില്ലേ ഗ്രൂപ്പ് 1 and 2 ആണ്. അപ്പൊ പൊസിഷൻ എവിടെ ആയിരിക്കും പീരിയോഡിക് ടേബിളിൽ? ലെഫ്റ്റിലാണോ, റൈറ്റിലാണോ, മിഡിലാണോ, ബോട്ടത്തിലാണോ, ടോപ്പിലാണോ? അതെ, എക്സ്ട്രീം ലെഫ്റ്റ് കേട്ടോ, എക്സ്ട്രീം ലെഫ്റ്റ് ഇൻ ദി പീരിയോഡിക് ടേബിൾ 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 കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എസ് ബ്ലോക്ക് എലിമെന്റ്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക കേട്ടോ. എഴുതിയിരുത്തേ, the elements in which the last electron enters the s orbital of the valence shell are called s block element. It consists of elements group 1 and 2. Okay, the ground state electronic configuration of the valence shell is ns1 or ns2, that is ns1 to 2. അതാണ് ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കേട്ടോ, ns1 to 2. ഇവിടെ n എന്ന് പറയുന്നത് 1 2 3 4 എക്സെട്ര കേട്ടോ, ഷെല്ലാണ് കേട്ടോ. ഒന്നാമത്തെ ഷെല്ല്, രണ്ടാമത്തെ ഷെല്ല്, മൂന്നാമത്തെ ഷെല്ല്, നാലാമത്തെ ഷെല്ല്, അഞ്ചാമത്തെ ഷെല്ല്, ആറാമത്തെ ഷെല്ല്, അങ്ങനെ പോട്ടോ. അതെ, ns1 to 2 കേട്ടോ. അതായത് എസ്സിൽ മാക്സിമം 2 ഇലക്ട്രോൺ ഒക്കെ ഉള്ള, അപ്പൊ ഒരു ഇലക്ട്രോൺ ഉള്ളെങ്കിൽ അത് ഒന്നാമത്തെ ഗ്രൂപ്പ്, 2 ഇലക്ട്രോൺ ആണെങ്കിൽ അത് രണ്ടാമത്തെ ഗ്രൂപ്പ് എന്നർത്ഥം കേട്ടോ. 1 or 2 ആയിരിക്കും എസ്സിന്റെ മുകളിൽ ഉണ്ടാവുക. എസ്സിന്റെ മുകളിൽ ഒരു ഇലക്ട്രോൺ ഉള്ളെങ്കിൽ അത് എസ്, പിന്നെ ഏതാ, എസ്സിന്റെ മുകളിൽ ഒരു ഇലക്ട്രോൺ ആണെങ്കിൽ അത് ഒന്നാമത്തെ ഗ്രൂപ്പ്, എസ്സിന്റെ മുകളിൽ 2 ഇലക്ട്രോൺ ആണെങ്കിൽ അത് രണ്ടാമത്തെ ഗ്രൂപ്പ്. എസ്സിലാണ് അവസാനിക്കുന്നതെങ്കിൽ അത് എസ് ബ്ലോക്ക്. പൊസിഷൻ എക്സ്ട്രീം ലെഫ്റ്റ് കേട്ടോ, എക്സ്ട്രീം ലെഫ്റ്റ് ഇൻ ദി പീരിയോഡിക് ടേബിൾ, എക്സ്ട്രീം ലെഫ്റ്റ് ഇൻ ദി പീരിയോഡിക് ടേബിൾ. സെക്കൻഡ് അങ്ങനെയാണ്. ഇപ്പൊ നോക്ക് ലിഥിയം, ഇവിടെ നോക്ക്, ഒരു മിനിറ്റ്. ലിഥിയത്തിന്റെ ആറ്റോമിക് നമ്പർ 3 അല്ലേ, അല്ലേ? അപ്പൊ 1s2 2s1 എന്നല്ലേ ഇതാ. അപ്പൊ എസ്സിലല്ലേ അവസാനിച്ചത്, അപ്പൊ അത് എസ് ബ്ലോക്ക് ആണ്. എസ് ബ്ലോക്കിൽ ഗ്രൂപ്പ് 1 ആണോ 2 ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എസിന്റെ മുകളിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് നോക്കുക, ഒരു ഇലക്ട്രോൺ ആണ്, അപ്പൊ അത് ഫസ്റ്റ് ഗ്രൂപ്പ് ആണ്. ഇനി ബെറിലിയം നോക്കുക, ആറ്റോമിക് നമ്പർ 4 അല്ലേ, അപ്പോ 1s2 2s2 എന്നല്ലേ വരിക. അപ്പൊ എസ്സിലല്ലേ അവസാനിച്ചത്, എസ്സിലല്ലേ അവസാനിച്ചത്, എസ്സിൽ അവസാനിക്കുകയാണെങ്കിൽ എസ് ബ്ലോക്ക് ആണ്. ഇനി ഒന്നാമത്തെ ഗ്രൂപ്പാണോ രണ്ടാമത്തെ ഗ്രൂപ്പാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എത്ര ഇലക്ട്രോൺ ഉണ്ട് നോക്കുക, 2 ഇലക്ട്രോൺ അല്ലേ, അപ്പൊ രണ്ടാമത്തെ ഗ്രൂപ്പ്. അത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? യെസ് ഫാരിസ, ഓക്കെ ഗുഡ്. ഇനി അടുത്ത ടോപ്പിക്കിലോട്ട് പോട്ടെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്താൽ മതി. അവസാനത്തെ ഇലക്ട്രോൺ എസ്സിൽ ഫില്ല് ചെയ്യുകയാണെങ്കിൽ അത്തരം ബ്ലോക്ക് ആണ് എസ് ബ്ലോക്ക് കേട്ടോ. റെഡി അല്ലേ? ഇനി ഗ്രൂപ്പ് 1 പറയുന്ന പേര് ആൽക്കലി മെറ്റൽസ്, ഗ്രൂപ്പ് 2 പറയുന്ന പേര് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. റെഡി? ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ns1 to 2. പൊസിഷൻ എക്സ്ട്രീം ലെഫ്റ്റ് ഇൻ ദി പീരിയോഡിക് ടേബിൾ. ഹൈവ, ഏതാ പിക്ചർ അല്ലേ, കണ്ടോ എസ് ബ്ലോക്കിന്റെ പിക്ചർ കണ്ടോ? അപ്പൊ ഹൈഡ്രജൻ കണ്ടോ, സെപ്പറേറ്റ് കൊടുത്തിക്കണ കണ്ടോ? ഹൈഡ്രജൻ ഒന്നാമത്തെ ഗ്രൂപ്പിൽ ഇല്ല കേട്ടോ, ഹൈഡ്രജൻ ആക്ച്വലി ഒന്നാമത്തെ ഗ്രൂപ്പിൽ ഇല്ല കേട്ടോ. പിന്നെ ഏത് മുതലാ തുടങ്ങുക പറഞ്ഞേ, പറയൂ. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം,
ഫ്രാൻസിയം. റെഡി അല്ലേ? ഏതൊക്കെ എലിമെന്റ്സുകൾ ഏതൊക്കെ പറഞ്ഞേ? അത്രേ ഉള്ളൂ. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻസിയം. റെഡി അല്ലേ? ഇതിന്റെ ആറ്റോമിക് നമ്പർ എങ്ങനെ അതിന്റെ കോഡ് പറഞ്ഞു. ഞാൻ കോഡ് പറഞ്ഞു തന്നിരുന്നു ഫസ്റ്റ് ക്ലാസ്സിൽ. അതെ, ലീനക്ക് റോബർട്ട് ക്രോസ് ഫ്രണ്ട്. ഒരു കോഡും കൂടെ അല്ലേ? അതെ, ലീനക്ക് റബ്ബർ ഷീറ്റ് ഫ്രീ അല്ലേ? നല്ല ഓർമ്മയാണല്ലോ നിങ്ങൾക്ക്. കീപ് ഇറ്റ് അപ്പ്. ഓക്കെ, ഇനി നിങ്ങൾ ഒരു കാര്യം കൂടെ ചെയ്യണം, ശ്രദ്ധിക്കട്ടോ. ലിഥിയത്തിന്റെ ആറ്റോമിക് നമ്പർ, ഇനി അതിലേക്ക് 8 കൂട്ടിയാൽ 11. കാരണം സെക്കൻഡ് പീരീഡിൽ 8 എലമെന്റ് അല്ലേ ഉള്ളത്? 11 അല്ലേ? വീണ്ടും അതിലേക്ക് 8 കൂട്ടുക, അപ്പൊ 19. റെഡി അല്ലേ? പിന്നെ അതിലേക്ക് 18 കൂട്ടണം, അപ്പൊ 37. റെഡി അല്ലേ? പിന്നെ അതിലേക്ക് വീണ്ടും 18 കൂട്ടണം, അപ്പൊ എത്ര? 55. റെഡി അല്ലേ? പിന്നെ അതിലേക്ക് 32 കൂട്ടണം, അപ്പൊ 37. ഇങ്ങനെയാണ് അതിന്റെ ആറ്റോമിക് നമ്പർ വരിക. കിട്ടിയോ? ആദ്യം 8 കൂട്ടുക, വീണ്ടും 8 കൂട്ടുക, പിന്നെ 18 കൂട്ടുക, വീണ്ടും 18 കൂട്ടുക, പിന്നെ 32 കൂട്ടുക. കിട്ടിയോ മക്കളെ? കിട്ടി. ഇനി ഇവിടെ കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. 87, 37 അല്ല, 87 കേട്ടോ. 87 മാറിയതാണ്, 87 ആട്ടോ. ഈ ഫ്രാൻസിയെ വലിയ പുള്ളിയാട്ടോ. ഫ്രാൻസിയത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട്, എന്താണെന്നറിയോ? ഫ്രാൻസിയാണേ പീരിയോഡിക് ടേബിളിലുള്ള ഏറ്റവും വലിയ എലമെന്റ്സ് കേട്ടോ. ഏറ്റവും വലിയ എലമെന്റ്സ് ആണ് ഫ്രാൻസിയം. റെഡി അല്ലേ? ഏറ്റവും വലിയ എലമെന്റ്സ് ആണ് ഫ്രാൻസിയം. മാത്രമല്ല അതൊരു റേഡിയോ ആക്റ്റീവ് എലമെന്റ്സും കൂടെയാണ് കേട്ടോ. എന്താണ്? റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് കൂടെയാണ് കേട്ടോ. റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് കൂടെയാണ്. അതിന്റെ അർത്ഥം റെയർ ആണ് കേട്ടോ. റെയർ ആണ് അത് സാധനം കേട്ടോ. ഇനി സെക്കൻഡ് ഗ്രൂപ്പിലുള്ള എലമെന്റുകൾ പറഞ്ഞേ. സെക്കൻഡ് ഗ്രൂപ്പിലുള്ള എലമെന്റുകൾ ബെറിലിയം, മഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം. റെഡി അല്ലേ? ബെറിലിയം, മഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം. ഇതിന്റെ കോഡ് പറഞ്ഞേ. അതെ, ഭീമ ഗോൾഡ് കാലിക്കറ്റ് ഷോറൂം ഭയങ്കര റഷ അല്ലേ? ബെറിലിയം, മഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം. ഇത്രയും എലമെന്റ്സുകളാണ് സെക്കൻഡ് ഗ്രൂപ്പിലുള്ളത് കേട്ടോ. ഒരു കോഡും കൂടെ പറഞ്ഞില്ലേ? അതെ, ബെന്നിയും മജീദും കാറിൽ ശ്രീനിവാസന്റെ ബാഗ് റെയ്ഡ് ചെയ്തു. അപ്പൊ അതാണ് സെക്കൻഡ് ഗ്രൂപ്പിലുള്ള എലമെന്റുകളുടെ കോഡ് കേട്ടോ. ഇനി ആറ്റോമിക് നമ്പർ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ലിഥിയം 3 അല്ലേ? അപ്പൊ ബെറിലിയം 4. റെഡി? സോഡിയം 11 അല്ലേ? അതിലേക്ക് 1 കൂട്ടിയാൽ മതി, 12. പൊട്ടാസ്യം 19 അല്ലേ? അപ്പൊ കാൽസ്യം 20. റെഡി? റുബീഡിയം 37 അല്ലേ? അപ്പൊ സ്ട്രോൺഷ്യം 38. റെഡി? സീഷ്യം 55 അല്ലേ? അപ്പൊ ബേരിയം 56. റെഡി? ഫ്രാൻസിയം 87 അല്ലേ? അപ്പൊ റേഡിയം 88. എന്ത് സുഖല്ലേ പഠിക്കാന്? വേണ്ട, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. അതിലുള്ള എലമെന്റ്സുകൾ പറഞ്ഞു. നിങ്ങൾ ഇത് എഴുതിയെടുക്കൊന്നും വേണ്ട. അതിലുള്ള എലമെന്റ്സുകളുടെ പേര് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. എലമെന്റ്സുകളുടെ പേര് മാത്രം പഠിക്കണം. ഈ ആറ്റോമിക് നമ്പർ ഒന്നും പഠിക്കണ്ട എന്നല്ല, ഇങ്ങനെയാണ് അത് കണ്ടുപിടിക്കുക കേട്ടോ. പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ, പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് ഞാൻ പറഞ്ഞു തന്നത് കേട്ടോ. 8 കൂട്ട, 18 കൂട്ട, 18 കൂട്ട, 32 കൂട്ട. റെഡി? അപ്പോ ഒന്നാമത്തെ ഗ്രൂപ്പിന്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? അതിൽ നിന്ന് ഒന്നും കൂടെ കൂട്ടിയാൽ രണ്ടാമത്തെ ഗ്രൂപ്പിലുള്ള എലമെന്റിന്റെ ആറ്റോമിക് നമ്പറും ആവും. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പൊ നിങ്ങൾ പഠിക്കേണ്ട എത്രയേ ഉള്ളൂ? ആ ഗ്രൂപ്പിലുള്ള എലമെന്റ്സുകളുടെ പേര് കേട്ടോ. ആ ഗ്രൂപ്പിലുള്ള എലമെന്റ്സുകളുടെ പേര്. അപ്പൊ ഒന്നാമത്തില് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻസിയം. രണ്ടാമത്തെ ഗ്രൂപ്പിൽ ബെറിലിയം, മഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം. ഓക്കെ ആണോ? ഇനി എസ് ബ്ലോക്കിന്റെ പ്രോപ്പർട്ടീസും കൂടെ പറഞ്ഞിട്ട് ഞാനൊരു 5 മിനിറ്റ് നിങ്ങൾക്ക് വിശ്രമം തരാം കേട്ടോ. ഒരു 5 മിനിറ്റ് നമുക്ക് അതിന്റെ പ്രോപ്പർട്ടീസും കൂടെ പറയാം കേട്ടോ. എഴുതിക്കേ. പ്രോപ്പർട്ടീസ് ഓഫ് എസ് ബ്ലോക്ക് എലമെന്റ്. പ്രോപ്പർട്ടീസ് ഓഫ് എസ് ബ്ലോക്ക് എലമെന്റ്. എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസ് ആണ് പറയാൻ പോകുന്നത് കേട്ടോ. എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, റെഡി അല്ലേ? ശ്രദ്ധിക്കട്ടോ. ഒന്നാമത്തത്, എല്ലാ എസ് ബ്ലോക്ക് എലമെന്റും സോഫ്റ്റ് മെറ്റൽ ആണ് കേട്ടോ.
ഓൾ എസ് ബ്ലോക്ക് എലമെന്റ്സ് ആർ സോഫ്റ്റ് മെറ്റൽസ്. റെഡി അല്ലേ? ഇനി രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് കേട്ടോ. ലോ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് കേട്ടോ. മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും കുറവായിരിക്കും കേട്ടോ. ലോ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് കേട്ടോ. ലോ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് കേട്ടോ. ലോ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. ലോ മെൽറ്റിംഗ് ആൻഡ് ലോ ബോയിലിംഗ് പോയിന്റ് കേട്ടോ. പിന്നെ ഹൈലി റിയാക്റ്റീവ് ആണ് കേട്ടോ. റിയാക്ടിവിറ്റി കൂടുതലായിരിക്കുമേ. ഹൈലി റിയാക്റ്റീവ് ആണ്. ഹൈലി റിയാക്റ്റീവ് ആണ് കേട്ടോ. ഹൈലി റിയാക്റ്റീവ് ആണ് കേട്ടോ. റെഡി അല്ലേ? ഇനി ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്ര? +1 ഉണ്ട്, +2 ഉണ്ട് കേട്ടോ. +1 ആണെങ്കിൽ ഗ്രൂപ്പ് 1 കേട്ടോ, ആൽക്കലി മെറ്റൽ. +2 ആണെങ്കിൽ ഗ്രൂപ്പ് 2 കേട്ടോ, ആൽക്കലൈൻ എർത്ത് മെറ്റൽ കേട്ടോ. ആൽക്കലൈൻ എർത്ത് മെറ്റൽ. ഓക്കെ. ഇനി അവസാനത്തെ പോയിന്റ് കേട്ടോ, എക്സെപ്റ്റ് ലിഥിയം ആൻഡ് ബെറിലിയം കേട്ടോ. എക്സെപ്റ്റ് ലിഥിയം ആൻഡ് ബെറിലിയം ഓൾ അതർ ഫോം അയണിക് കോമ്പൗണ്ട് കേട്ടോ. ഓൾ അതേഴ്സ് ഫോം അയോണിക് കോമ്പൗണ്ട് കേട്ടോ. ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് പിന്നെ ഒരു ആറ്റം സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യും, ചിലപ്പോൾ ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യും. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കേട്ടോ. റെഡി അല്ലേ? സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് ഇലക്ട്രോണിനെ ചിലപ്പോ ഡൊണേറ്റ് ചെയ്യും, ചിലപ്പോ ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യും. മെറ്റൽസിന്റെ കേസിൽ ഡൊണേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ് കൂടുതലും ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ലിഥിയം നോക്കുക. ലിഥിയത്തിന്റെ ആറ്റോമിക് നമ്പർ 3 ആണോ? അപ്പൊ കോൺഫിഗറേഷൻ എന്ന് പറയോ? കോൺഫിഗറേഷൻ 1s2 2s1 അല്ലേ? ഓക്കെ. അപ്പൊ ശ്രദ്ധിക്കട്ടോ, നമുക്കറിയാം ഒന്നാമത്തെ സെല്ലിൽ 2 ഇലക്ട്രോണേ കൊള്ളുള്ളൂ, അതവിടെ ഫില്ലാണ്. ഒന്നാമത്തെ സെല്ല് ഫില്ല അല്ലേ? ആണോ? ഓക്കെ. രണ്ടാമത്തെ സെല്ലിൽ 8 ഇലക്ട്രോണിനെ കൊള്ളും, പക്ഷെ അവിടെ എത്ര ഇലക്ട്രോണേ ഉള്ളൂ? 1 ഇലക്ട്രോണേ ഉള്ളൂ. അപ്പൊ എന്താ ചെയ്യാന്നറിയോ? ഈ ലിഥിയം ഈ ഒരു ഇലക്ട്രോണിന് വിട്ടുകൊടുക്കുക ചെയ്യാം, സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട്. റെഡി അല്ലേ? ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി. അപ്പൊ ഡൊണേറ്റ് ചെയ്തു എന്ന് വെക്കുക. അപ്പൊ 1s2 സ്റ്റേബിൾ ആയി. എന്തായി? സ്റ്റേബിൾ ആയി. ഡൊണേറ്റ് ചെയ്ത്. അപ്പൊ അതിന്റെ വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസി ആയതുകൊണ്ടാണ് അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 എന്ന് പറയുന്നത്. റെഡി അല്ലേ? ഇനി ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആവുമ്പോൾ 2 ഇലക്ട്രോൺ വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസി കാണിക്കും, അപ്പൊ +2. എന്നാൽ ഇതിപ്പോ ഒന്നാമത്തെ ഗ്രൂപ്പ് അല്ലേ? 18ാമത്തെ ഗ്രൂപ്പ് അങ്ങോട്ട് പോകും തോറും എന്താ കൂടാ? ആക്സെപ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസിയാ കൂടാ കേട്ടോ. അപ്പൊ എന്താവും? അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ഒക്കെ ആവും. കിട്ടിയോ? ഒന്നും കൂടെ ഒരു എക്സാമ്പിൾ കൂടെ പറഞ്ഞിട്ട് നിർത്താം കേട്ടോ. ഫ്ലൂറിന്റെ ആറ്റോമിക് നമ്പർ പറയോ? ഫ്ലൂറിൻ ആറ്റോമിക് നമ്പർ 9. കോൺഫിഗറേഷൻ പറഞ്ഞേ. 2p5 9 അല്ലേ? ഓക്കെ. ഇത് ഒന്നാമത്തെ സെല്ല് കംപ്ലീറ്റാ. റെഡി അല്ലേ? ഇത് രണ്ടാമത്തെ സെല്ല്. രണ്ടാമത്തെ സെല്ലിൽ എത്ര ഇലക്ട്രോൺ കൊള്ളൂ? രണ്ടാമത്തെ സെല്ലിൽ എത്ര ഇലക്ട്രോൺ? 8 ഇലക്ട്രോൺ കൊള്ളൂലേ? നിലവിൽ എത്ര ഉണ്ട്? 7 ഉണ്ട്. അപ്പോ ഈ ഫ്ലൂറിന് എന്താ ചെയ്യാന്നറിയോ? ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് വാങ്ങിയിട്ട് സ്റ്റേബിൾ ആവാനാ നോക്കുക. മനസ്സിലായോ? ഒരു ഇലക്ട്രോണിനെ ഇങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്തിട്ട് അത് സ്റ്റേബിൾ ആവാനാ നോക്കുക. അപ്പൊ ഇലക്ട്രോൺ ഇങ്ങോട്ട് വാങ്ങുകയാണെങ്കിൽ
അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആടോ. ഒന്നേ വാങ്ങാൻ കഴിയുള്ളൂ, അപ്പൊ അതിന് ഫിൽ ആവൂലേ? ഒന്നേ വാങ്ങാൻ കഴിയുള്ളൂ മകനെ, അപ്പൊ അതിനെ പീരീഡ് കംപ്ലീറ്റ് ആവില്ല, ആ സെല്ല് കംപ്ലീറ്റ് ആവും കേട്ടോ. അതായത് ഫ്ലൂറിന് ഒരു ഇലക്ട്രോണും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അത് നോബിൾ ഗ്യാസിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയിട്ട് മാറും. നിയോൺ 10 അല്ലേ, ഇപ്പൊ ഫ്ലൂറിന് ഒരു ഇലക്ട്രോണും കൂടെ കിട്ടിക്കഴിഞ്ഞാല് 2s2 2p6 എന്നാവൂലേ. അപ്പൊ ആ സെല്ല് കംപ്ലീറ്റ് ആയി, 8 ഇലക്ട്രോൺ ആയി, സ്റ്റേബിൾ ആയി. ഇതിനാണ് ഒക്ടറ്റ് റൂൾ എന്ന് പറയാ. അതൊക്കെ നമ്മൾ പിന്നെ പഠിക്കൂട്ടോ. എവരി എലമെന്റ് ട്രൈ ടു അറ്റൈൻ സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതാണ് ഒക്ടറ്റ് റൂൾ എന്ന് പറയുന്നത്. 8 ഇലക്ട്രോൺ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ എലമെന്റും ശ്രമിക്കും എന്നുള്ളൊരു റൂൾ ഉണ്ട്. നമ്മൾ ബോണ്ടിങ് എന്നുള്ള ചാപ്റ്ററിൽ പഠിക്കും, അതിലേക്കൊന്നും ഇപ്പൊ പോണ്ട. അപ്പൊ നിങ്ങൾ പഠിക്കേണ്ടേ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ചിലപ്പോൾ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്തിട്ട് സ്റ്റേബിൾ ആവും, ചിലപ്പോൾ ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്തിട്ട് സ്റ്റേബിൾ ആവും. രണ്ടാണെങ്കിലും ഓക്സിഡേഷൻ സ്റ്റേറ്റാ. അപ്പൊ ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ പോസിറ്റീവ് ചാർജാ കിട്ടുക, ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നെഗറ്റീവ് ചാർജാ കിട്ടുക. അപ്പൊ മനസ്സിലായോ? ഓക്കെ, എന്നാ പ്രോപ്പർട്ടീസ് ചെയ്തെടുക്കും കേട്ടോ. എല്ലാ എസ് ബ്ലോക്ക് എലമെന്റും സോഫ്റ്റ് മെറ്റൽ ആണ്, മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും കുറവാണ്, റിയാക്ടിവിറ്റി കൂടുതലാണ്, ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ആൽക്കലി മെറ്റൽ, +2 ആൽക്കലിൻ എർത്ത് മെറ്റൽ, ലിഥിയം ബെറിലിയം അല്ലാത്ത എല്ലാ കോമ്പൗണ്ടും എന്ത് ചെയ്യും, അയണിക് കോമ്പൗണ്ട് ഫോം ചെയ്യും കേട്ടോ. ഓക്കെ, ലിഥിയം ബെറിലിയം അല്ലാത്ത എല്ലാ എലമെന്റ്സും അയോണിക് കോമ്പൗണ്ടുകൾ ഫോം ചെയ്യും. ഇത്രയും പ്രോപ്പർട്ടീസ് ആണ് അതിൽ പഠിക്കാനുള്ളത് കേട്ടോ. ഇനി ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുത്തോളൂ, എന്നിട്ട് നമുക്ക് പി ബ്ലോക്ക് എലമെന്റ്സ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അതെങ്ങനെ ഉണ്ടാവും, എന്തെങ്കിലും അഭിപ്രായം? ഒന്ന് ഫ്രഷ് ആയിട്ട് വരിക എല്ലാവരും. 1-2 ആൾക്കാർ ഉറങ്ങുന്നുണ്ട്, എനിക്ക് കാണുന്നുണ്ട് ഇവിടുന്ന്. 1-2 ആൾക്കാർ ഇവിടുന്ന് ഉറങ്ങുന്ന കാണുന്നുണ്ട്. ഒന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ടേ നല്ലൊരു മുന്നേറ്റേക്കാരം, അതന്നെ മികച്ചൊരു മുന്നേറ്റേക്കാരം. ഒന്ന് വെള്ളമൊക്കെ കുടിച്ചു വരും കേട്ടോ. ചായ ഒക്കെ ഉണ്ടെങ്കിൽ ഉമ്മാനോട് ഉണ്ടാക്കി തരാൻ പറയും, ഒരു കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി തരാൻ പറയും, ഉറക്കൊക്കെ പൊക്കോളൂ. അപ്പൊ 5 മിനിറ്റ് കേട്ടോ. ഓക്കെ ഗുയ്സ്. ഓക്കെ, കുറച്ച് പേരും കൂടെ ജോയിൻ ചെയ്യാണ്ടല്ലോ. 29 35 ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് അടുത്ത അപ്പൊ പ്രോപ്പർട്ടീസ് ഒന്നും കൂടെ പറയാട്ടോ. എല്ലാ എസ് ബ്ലോക്ക് എലമെന്റും സോഫ്റ്റ് മെറ്റൽ ആണ്. ഹലോ, വോയിസ് കേൾക്കുന്നു മക്കളെ? കണക്ഷൻ പോയി, കറണ്ട് പോയി. ഇപ്പൊ പോയിട്ടു. ഹലോ റെസ്റ്റ് തരാം. ഓക്കെ, അപ്പൊ പി ബ്ലോക്ക് പറയുന്നതിന്റെ മുന്നേ